ഭാവിക്ക് വേണ്ടിയുള്ള കരുതലുകൾ നല്ലതാണ്. എന്നാൽ നാളെയെക്കുറിച്ചുള്ള ആശങ്കകൾ ആത്മീയ വളർച്ചയ്ക്ക് വലിയ തടസ്സമാണ്. നമുക്ക് മാറ്റുവാൻ പറ്റാത്ത ചില പരിമിതികൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകാം. അതിനെക്കുറിച്ച് ആവലാതിപ്പെട്ടിട്ട് കാര്യമില്ല. ആവലാതി ആകുലതയുടെ ഫലമായി വരുന്നതാണ്. ആകുലപ്പെട്ടാൽ നമ്മുടെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ സാധ്യമല്ല എന്ന് യേശു പറയുന്നു. തനിയെ ഭാരം ചുമക്കുന്നത് കൊണ്ടാണ് ആകുലതകൾ വരുന്നത്. ഭാരം വഹിച്ച് ഓടിയാൽ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ സാധ്യമല്ല. പാപവും ഭാരവും വിട്ട് ഓടണം. ഫിലിപ്പിയ ലേഖനത്തിലും ദൈവം നമ്മോട് പറയുന്നത് വിചാരപ്പെടേണ്ട എന്നാണ്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുവേശുവിങ്കൽ കാക്കും. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-7 വചനങ്ങൾ. ഭൗതിക കാര്യങ്ങളിൽ നിന്നെ വിചാരപ്പെടുത്തി ആത്മീയ വിഷയങ്ങളിൽ ശ്രദ്ധയില്ലാത്തവൻ ആക്കി തീർക്കുവാൻ പിശാച് എല്ലായ്പ്പോഴും പരിശ്രമിക്കും. പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയ മാർത്തയ്ക്ക് യേശു വന്നിട്ടും അവിടുത്തെ പാദപീഠത്തിങ്കൽ ഇരുന്ന് വചനം കേൾക്കുവാൻ സാധിച്ചില്ല. അവൾ ഭൗതിക കാര്യത്തിലും ആഹാര ക്രമീകരിക്കുന്നതിലും അകപ്പെട്ട് വിലപ്പെട്ടതറിയാതെ അവഗണിക്കപ്പെട്ടു. യേശുവിന് ഭൗതികാഹാരം നൽകുന്നതിനേക്കാൾ വിലപ്പെട്ടതാണ് യേശുവിൽ നിന്ന് ആത്മീയ ആഹാരം നാം ഭക്ഷിക്കുന്നത് എന്ന് ആദ്യം തിരിച്ചറിയുവാൻ അവൾക്ക് സാധിച്ചില്ല. മനം കലങ്ങിയാൽ ദൈവത്തെ ആരാധിക്കുവാൻ പറ്റുകയില്ല. അതിനാൽ യേശു പറഞ്ഞു, മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയുമിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുകയുമില്ല. ലൂക്കോസ് 10:41-42 വചനങ്ങൾ. നമുക്ക് ആത്മഭാരമുണ്ടാകാം. ആത്മഭാരവും ആകുലതയും രണ്ടും വേറെ വേറെയാണ്. ആത്മഭാരം ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് വരുന്നു. ആകുലത സ്വയത്തോടുള്ള സ്നേഹത്തിൽ നിന്നും വരുന്നു. ആകുല ചിത്തൻ വിശ്വാസത്തെ ചോർത്തിക്കളയുന്നു. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല എന്ന് 55-ാം സങ്കീർത്തനം 22-ാം വചനത്തിൽ പറയുന്നു. ഭാരങ്ങൾ സ്വന്തം തോളിലാണ് എന്ന് ചിന്തിച്ച് ജീവിക്കരുത്. അത് ഇറക്കി വയ്ക്കുവാൻ സ്വർഗം നമുക്ക് തന്ന ഒരു നിധിയാണ് കർത്താവായ യേശു ക്രിസ്തു. ഒരു കഥ കേട്ടിട്ടുണ്ട്. ഭാരമുള്ള വിറകും ചുമന്നുകൊണ്ട് വഴിയരികെ ക്ഷീണിച്ചു കടന്നുപോയ യാത്രക്കാരനെ ഒരു കാളവണ്ടിക്കാരൻ ദയതോന്നി തന്റെ വണ്ടിയിൽ കയറ്റി. കുറെ കഴിഞ്ഞ് ഞരക്കവും മൂളലും കേട്ട വണ്ടിക്കാരൻ തിരിഞ്ഞു നോക്കിയപ്പോൾ തലയിൽ നിന്ന് വിറക് കെട്ട് ഇറക്കാതെ ബുദ്ധിമുട്ടുന്ന മനുഷ്യനെയാണ് കണ്ടത്. ഇതുപോലെയാണ് ചിലർ ക്രിസ്തുവിലായിട്ടും ഭാരം ഇറക്കി വയ്ക്കാതെ സ്വയം ചുമന്നുകൊണ്ട് തളരുന്നവർ അനേകരാണ്. സ്വയം ഭാരം വഹിച്ച് നടന്നാൽ ക്ഷീണിക്കും. മക്കളില്ലാതെ നടന്ന ഹന്ന വലിയ ആകുലതകളുമായി പെനീനായുടെ കുത്തുവാക്കുകളുമേറ്റ് ദുഃഖിതയായി കുറെ നാളുകൾ ചിലവിട്ടു. എന്നാൽ ഭർത്താവിന്റെ സ്നേഹവാക്കുകൾക്ക് അവളുടെ മനോഭാരം ലഘൂകരിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ദൈവാലയത്തിൽ ചെന്ന് അവളുടെ മനോഭാരം ഇറക്കി വച്ചപ്പോൾ അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. ദൈവം അവളുടെ ഭാരം ഏറ്റെടുത്തു. ഇസ്രായേൽ മുഴുവനും പ്രവാചകനായ ശമൂവേലിനെ നൽകി അവളെ അനുഗ്രഹിച്ചു. നമ്മുടെ ഭാരം യേശുവിൽ അർപ്പിക്കാം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. മത്തായി 11:28. നമ്മുടെ ബുദ്ധിമുട്ടുകൾ
തന്റെ മഹിമയ്ക്കൊത്തവണ്ണം ചെയ്തു തരുന്ന യേശു നമ്മോടുകൂടെ എന്നും ഉണ്ട്. അതിനാൽ നാം ആകുലപ്പെടേണ്ട. അവന്റെ രാജ്യത്തിലെ മക്കളായി നമുക്ക് മാറാം. ആകയാൽ നാം എന്തു തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഇവയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നുവല്ലോ. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. മത്തായി സുവിശേഷം 6-ാം അധ്യായം 31 മുതൽ 33 വരെയുള്ള വേദഭാഗങ്ങൾ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.